യോഗത്തിന്റെ അധ്യക്ഷൻ ചെയർമാനായിട്ടുള്ള ബാബുക്ക, മറ്റ് ഈ സമരസമിതി നേതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, നമ്മൾ ഈ രണ്ടാം ഘട്ട സമരം നമ്മൾ കരുതിക്കൂട്ടി ചെയ്തതല്ല. നമ്മളെ കൊണ്ട് അധികാരികളും പ്രസ് കട്ടറിന്റെ മുതലാളിമാരും ചെയ്യിച്ചതാണ്. ഒരു ഗത്യന്തരവുമില്ലാതെയാണ് ഇത്തരം ഒരു രണ്ടാം ഘട്ട സമരം നമ്മൾ ഈ പ്ലാന്റിന്റെ അടുത്തേക്ക് ഇതുപോലെ ആളുകളെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് വരേണ്ടി വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഇത്തരമൊരു സമരം ഇവിടെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് എന്തും സഹിച്ച് ഞങ്ങൾ ഇവിടെ വരാൻ കാരണം. നിങ്ങൾ ഗുണ്ടകളെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമ്പനി സംരക്ഷിക്കാനും നിങ്ങളെ തൊഴിൽ സംരക്ഷിക്കാനുമാണെങ്കിൽ ഞങ്ങൾ ഗുണ്ടകളായി മാറുന്നത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. അത് ഞങ്ങൾക്ക് യാതൊരുവിധ സപ്പോർട്ടും വേണ്ട. ഞങ്ങൾ സ്വയം ഗുണ്ടകളായി മാറും. കാരണം ശുദ്ധമായി ശ്വസിക്കാൻ കഴിയാതെ നമ്മളെ വീടുകളിലുള്ള മാതാപിതാക്കളെ നമ്മൾ ഓർത്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗുണ്ടകളായി മാറും. അത് ഞങ്ങളെ കൊണ്ട് ആരും ചെയ്യിപ്പിക്കുന്നതല്ല. അത് ഞങ്ങൾ ഓട്ടോമാറ്റിക്കായി ചെയ്യുമെന്നാണ് ഇതിൽ എനിക്ക് പ്രഖ്യാപിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത്, നമുക്ക് ഐക്യദാർഢ്യമായി അമ്പലമുക്കിൽ വന്ന മുഴുവൻ ആളുകളെയും ഇന്നു മുതൽ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. പേരെടുത്തും ഞങ്ങൾ വിളിക്കും. ഓരോരുത്തരായി ഓരോ ദിവസം കൊണ്ട് വരണം. ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. നിങ്ങളെ മുഴുവൻ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക. ഈ സമരം ഇനി ഇതിന്റെ വിജയം കണ്ടിട്ടല്ലാതെ യാതൊരു ചർച്ചയും ആരുമായിട്ടുമില്ല. ഇത് ശാശ്വത പരിഹാരം കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പിന്മാറൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് മൈക്കില്ലാത്തോട്ട് കൂടെ സംസാരിക്കുന്നില്ല. ഈ വന്ന മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.